പ്രേക്ഷകരെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണ വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രത്യേകിച്ച് ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചതിൽ ആണ് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഒരുങ്ങുന്നത്. മറ്റൊരാളുടെ പേരിലെ സിം ഉപയോഗിച്ചതിലും അന്വേഷണം വിശാലമാക്കേണ്ടതുണ്ട്. വീണയുടെ ഹവാല ഇടപാടിലും വ്യാജ സിമ്മിലും കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നത് തന്നെയാണ് ഇഡിയുടെ വിലയിരുത്തൽ. അതായത് ഈ സിം കാർഡ് എടുത്തത് നന്ദുലാലിൻ്റെ പേരിൽ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. കോഴിക്കോട്ടെ DTPC ഡെസ്റ്റിനേഷൻ മാനേജർ ആണ് നന്ദുലാൽ. 2024 മുതൽ വീണ നന്ദുലാലിൻ്റെ പേരിലുള്ള സിം ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇഡിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വീണയും റിയാസും ആവശ്യപ്പെട്ട പ്രകാരം ആണ് ഇത്തരത്തിൽ ഒരു സിം എടുത്തു നൽകിയത് എന്നതാണ് നന്ദുലാലിൻ്റെ മൊഴി. അതേസമയം ഈ സിം എന്താവശ്യത്തിനാണ് ഉപയോഗിച്ചത് എന്ന് തനിക്കറിയില്ല എന്നും നന്ദുലാൽ മൊഴി നൽകിയിട്ടുണ്ട്. വ്യാജ സിം ഉപയോഗിച്ച് ഇന്റർനെറ്റ് കോളുകൾ ചെയ്തു എന്നതാണ് ഇഡിയുടെ വിലയിരുത്തൽ. ഇതെന്തിനു വേണ്ടിയായിരുന്നു? അനധികൃത പണമിടപാടുകൾക്കാണ് ഇന്റർനെറ്റ് കോൾ ഉപയോഗിച്ചത് എന്നത് തന്നെയാണ് ഇഡിയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ആണ് ഇഡി വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. അടുത്തയാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വീണയ്ക്ക് നോട്ടീസ് നൽകും എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് അറിയാനും സാധിക്കുന്നത്. ഡാനി ഇപ്പോൾ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, വീണയ്ക്ക് കുരുക്കുമുറുകുന്ന സാഹചര്യം ആണ് ഉള്ളത്. CMRലും എക്സാലോജിക്കും തമ്മിലുള്ള മാസപ്പടി കേസ് അനധികൃത സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വിഷയത്തിലേക്ക് ഇഡിയുടെ പ്രവേശനം ഉണ്ടായത്. ഇപ്പോഴിതാ ലക്ഷക്കണക്കിന് രൂപ അത് ഹവാല ഇടപാടിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ഏതാണ്ട് 20 കോടിക്ക് മുകളിൽ വരുന്ന ഇടപാടുകൾ വീണ നടത്തുന്നുവെങ്കിൽ അവിടെ വരവിനപ്പുറത്ത് അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്താത്ത തരത്തിലുള്ള വരവും ചെലവും വീണയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണല്ലോ ഇപ്പോൾ ഇഡിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ കുരുക്കിലേക്ക് പോകുന്നു എന്നതാണോ ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്? അഭിലാഷ, പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ CMRൽ വീണയ്ക്ക് അതിൽ വലിയ രീതിയിലേക്ക് വീണയുടെ ഇടപെടൽ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വീണയ്ക്ക് നമ്മൾ പ്രയോഗിക്കുമ്പോൾ വീണയ്ക്ക് കുരുക്ക് മുറുകുന്നു എന്നതെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ കഴിഞ്ഞ ദിവസം വന്നിരുന്ന വാർത്താക്കുറിപ്പും ഇഡിയുടെ അന്വേഷണത്തിൻ്റെ ഒരു നിഗമനവും എല്ലാം പറയുമ്പോൾ ഇപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ആ രീതിയിലേക്ക് ആയിരിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഇതും തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു മാസപ്പടി കേസ് അതിൻ്റെ ഒരു അതീവ മാനങ്ങളിൽ നിന്ന് അതിൻ്റെ തലങ്ങളിൽ നിന്ന് ഇതെല്ലാം മാറിയിരിക്കുന്നു എന്നതാണ്. കാരണം ഇപ്പോഴുള്ളത് അങ്ങനെയല്ല. ഇപ്പോഴുള്ളത് ഇത് ഹവാല ഇടപാട് വന്നിരിക്കുന്നു. വ്യാജ സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് കോളിംഗ് നടത്തുന്നത്, അതും സാമ്പത്തിക ഇടപാടിന് വേണ്ടി എന്ന രീതിയിലേക്ക് ഇഡി വന്നിരിക്കുന്നു. പേപ്പർ കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വീണയ്ക്കെതിരെ അതീവ ഗൗരവതരവുമായ കാര്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്, ഇഡിയുടെ നിഗമനങ്ങളായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ചോളം അതീവ നിർണായകമായ ദിവസങ്ങളും മണിക്കൂറുകളും തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം ഇപ്പോൾ വന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹവാല ഇടപാട്. 85 ലക്ഷം രൂപ ഇവിടുത്തെ ഈ നിലനിൽക്കുന്ന വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് അത് മറികടന്നുകൊണ്ട് ഹവാല ഇടപാടായി വിദേശത്തേക്ക് കടത്തി എന്നതാണ് പറയുന്നത്. അതിൽ ഇപ്പോൾ ഇഡി അന്വേഷിക്കുന്നു ഇവിടെ നിന്ന് ആരതിന് സഹായം ചെയ്തു എന്നതും അവിടെ ആരാണ് ഈ പണം സ്വീകരിച്ചത്, ഏത് രീതിയിലേക്ക് ആക്കി എന്നതും ഇതെല്ലാം തന്നെ ഇഡി അന്വേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തത് വീണയുടെ കുറിപ്പുകൾ. ഏതാണ്ട് 20.5 കോടി രൂപ അത്തരം രൂപയുടെ അടക്കമുള്ളൊരു ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് വീണയുടെ തന്നെ ഡയറി കുറിപ്പ് എന്ന രീതിയിൽ ഇഡി സമർത്ഥിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന കേന്ദ്രീകരിച്ചത് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും വീണയുടെയും തന്നെ സുഹൃത്തുക്കളെ ചുറ്റി ഉള്ളതായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം വീണ ഉപയോഗിച്ചിരുന്നൊരു സിം കാർഡ് വീണ ഉപയോഗിച്ചു എന്നതാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. അത് മറ്റൊരാളുടെ പേരിലുള്ളതാണ്. അയാൾ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് മുഹമ്മദ് റിയാസ് വീണി നിർദ്ദേശപ്രകാരമാണ് താൻ ഈ സിം എടുത്തത്, ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് പറയുന്നു. ഇഡി പറയുന്നു അത് ഇൻ്റർനെറ്റ് കോളിനും അത് സാമ്പത്തിക ഇടപാടുകൾക്കും വേണ്ടിയുള്ളതാണ് എന്നതാണ് തങ്ങളുടെ സംശയം എന്നതാണ്. ആ രീതിയിലുള്ള തെളിവുകളിലേക്ക് എത്താനായിട്ട് തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഇഡി പറയുകയും ചെയ്യുന്നു.
അപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് അത് ഗൗരവതരമാണ്. കാരണം വീണയ്ക്ക് എന്തിന് പണം നൽകണം എന്നതാണ്. വീണയ്ക്ക് ആർക്കു വേണ്ടി പണം നൽകണം? യാതൊരു രീതിയിലുള്ള സേവനമോ കാര്യങ്ങളോ ഒന്നും തന്നെ CMRന് ഇവർ ചെയ്തു നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. CMRൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നു, അത് അടയാളപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഈ പണം നൽകുന്നത് എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം, വീണയുടെ കമ്പനി വളർച്ച പ്രാപിച്ചിരിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് എന്നതാണ്. അത് ഒരു യാതൊരു സാമ്പത്തിക ഘടനയും അടിസ്ഥാനവും ഇല്ലാതിരുന്നൊരു കമ്പനി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ ഒരു സമയത്ത്, വീണയുടെ പിതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് പണം എന്തിനു നൽകി എന്നതാണ് പ്രശ്നം. ഈ സമയത്ത് ആർക്കു വേണ്ടി വീണയ്ക്ക് പണം നൽകുന്നു എന്നതെല്ലാമാണ് ഉയരുന്ന ചോദ്യങ്ങൾ. അല്പം മുമ്പ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് പറയുന്നു ഇത് പിണറായി വിജയന് തന്നെയാണ് ഈ പണം നൽകിയിട്ടുള്ളത് എന്നത്. ഇനിയും തെളിവുകൾ വേണമോ എന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു രാഷ്ട്രീയ ആരോപണം ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതിന് CPM മറുപടി പറയുക, അല്ലെങ്കിൽ ഇതിന് കൃത്യമായി ഉത്തരം നൽകുക എന്ന രാഷ്ട്രീയ പ്രതിരോധമായി ഇത് രാഷ്ട്രീയ ആരോപണം എന്ന രീതിയിൽ എത്ര നാൾ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം. തീർച്ചയായും അവിടെയാണല്ലോ ഡാനി ഇന്നലെ ഈ പരിശോധന, അതായത് വിവിധയിടങ്ങളിൽ 8 കേന്ദ്രങ്ങളിൽ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് നന്ദുലാലിന്റെ വസതിയിലടക്കമൊക്കെ പരിശോധന നടക്കുമ്പോൾ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വന്നിരുന്നു. വീണ ഒരു വ്യക്തിയാണ്, വീണയ്ക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടാകാം, വീണയുടെ അച്ഛൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നിരിക്കാം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാകാം. തീർച്ചയായും ഒരു വ്യക്തിക്ക് ബിസിനസ് നടത്താം, സാമ്പത്തിക ഇടപാടുകൾ നടത്താം. പക്ഷേ അവിടെ ഈ വ്യക്തിക്ക് അധികാരത്തിലിരിക്കുന്ന, അതായത് മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആരുമായിക്കൊള്ളട്ടെ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതിൻ്റേതായ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അതല്ല എങ്കിൽ ഇനിയിപ്പോൾ ഈ പണത്തിന് കൃത്യമായ സ്രോതസ് ഉണ്ടോ? ഈ സാമ്പത്തികമായ ഇടപാടുകൾ നേരായ മാർഗത്തിലാണോ? ഇത്തരം കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ വിഷയം എന്നത് വ്യക്തമാണ്. പക്ഷേ പലപ്പോഴും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഈ CMRലുമായി 2 കോടിയിലധികം രൂപയുടെ കരാറിൽ ഏർപ്പെടുന്നു. ആ കരാറിൻ്റെ കാലാവധിയും സമയമൊക്കെ 2016-17 കാലഘട്ടത്തിലാണ്. ആ സമയത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ എത്തുന്നത് എന്നറിയാം. പിന്നീട് ഡാനി തന്നെ സൂചിപ്പിച്ചതുപോലെ എന്ത് സേവനമാണ് നൽകിയത് എന്നിടത്താണല്ലോ കൃത്യമായൊരു മറുപടി നൽകാൻ പറ്റാതെ പോകുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് ശശിധരൻ കർത്തിയുമായി ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നേതൃത്വത്തിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ അനുവദിക്കപ്പെടുന്നത്. അപ്പോൾ പലതരത്തിൽ പണം ഇടപാടുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം കൃത്യമായ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാകണം. ഈ പണം ആർക്കൊക്കെയാണ് കൈമാറിയത്, എന്തിനാണ് കൈമാറിയത്, എന്ത് സേവനമാണ് നൽകിയത്, ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന സംശയം. അതോടൊപ്പം തന്നെയാണല്ലോ ഈ സിം കാർഡ്, അത് നന്ദുലാലിൻ്റെ പേരിലായിരുന്നു സിം എന്ന് പറയുന്നു. സിം എടുത്തു നൽകിയത് വീണയും മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടിട്ടാണ് എന്നാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഉത്തരവാദിത്തം മുഹമ്മദ് റിയാസിനും വരികയാണ്. റിയാസിൻ്റെ പങ്കെന്ത്? റിയാസിൻ്റെ സുഹൃത്തുക്കളെ അടക്കം ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ മറ്റ് തിരിമറികൾക്ക് വേണ്ടി ഉപയോഗിച്ചോ? ഇതൊക്കെയാണല്ലോ ഇനിയും അറിയേണ്ടതായി വരുന്നത്. ശരിയാണ് അഭിലാഷ്. കാരണം ഇത്തരം കാര്യങ്ങൾ ഇനിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടുതലായിട്ട് ഒരു പ്രൈമറി ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെയാണ്. കാരണം ഈ അവസാനം വട്ടം നടത്തിയ പരിശോധന എന്ന് പറയുന്നത് ഏറ്റവും വൈറ്റലായ കാര്യമാണ്, ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഈ ED CMR കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയത്. കാരണം അതിലാണ് നിരവധിയായ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പിടിച്ചെടുത്തു എന്ന് പറയുന്നതിൽ ഈ സിം കാർഡും സംബന്ധിയായ വിവരങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ശുപാർശയിൽ ഒരു സിം കാർഡ് എടുത്തു നൽകി മറ്റൊന്നും തനിക്കറിയില്ല എന്ന് അടുത്ത സുഹൃത്തായ നന്ദലാൽ മൊഴി നൽകുന്നു. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കണം. എന്താണ് ഈ സിം കാർഡ് നൽകിയത്, എന്ത് കാര്യത്തിന് ഉപയോഗിച്ചു എന്നതാണ്. ED പറയുന്നു അത് ഉപയോഗപ്പെടുത്തിയത് ഇൻ്റർനെറ്റ് കോളിങ്ങിന് വേണ്ടിയാണ്, അത് സാമ്പത്തികമായി ബന്ധപ്പെട്ടതാണ് എന്ന് തങ്ങൾ സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ വെറുതെ സംശയിച്ചിട്ട് കാര്യമില്ല. കാരണം അതിന് കൃത്യമായ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണം. അത് ഇനിയുള്ള ചോദ്യം ചെയ്യൽ ഇതെല്ലാം തന്നെ നിർണായകമാകും. കാരണം ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകൾ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് EDയുടെ ഭാഗത്തു നിന്നുള്ള കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് മാത്രം ഇതിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ മുഹമ്മദ് റിയാസിൻ്റെയും സുഹൃത്തുക്കളുടേതും അടക്കമുള്ള ചോദ്യം ചെയ്യൽ ഈ കേസുമായി ബന്ധപ്പെട്ട അനിവാര്യമാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ വീണയിലേക്ക് വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിക്കുന്ന നടപടികളിലേക്ക് പോകുക. എന്തായാലും ഉത്തരം കിട്ടാത്ത ഇപ്പോഴും വലിയ ദുരൂഹതയുണർത്തുന്ന ചോദ്യങ്ങൾ നിരവധി അവശേഷിക്കുന്നു എന്നതാണ്. ഈ ഹവാല ഇടപാടം നടത്തിയെന്ന് ED പറയുമ്പോൾ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാനായിട്ട് വീണയ്ക്ക് കഴിയുന്നു എന്നതാണ്. ഇവരെ മറയാക്കിക്കൊണ്ട് മറ്റാരെങ്കിലും ഇത്
ഇത് ചെയ്തുവെന്ന് ഒരുപക്ഷെ വാദിക്കാൻ അവർക്ക് സാധിച്ചേക്കാം. പക്ഷേ അങ്ങനെയെങ്കിൽ ആരാണ് ഇവരെ ഉപയോഗപ്പെടുത്തിയത്? ഇവരെ കമ്പനി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് എന്നതിനെല്ലാം കൂടുതൽ സങ്കീർണതകളിലേക്ക് ഈ കേസ് പോവുകയും ചെയ്യുന്നു. അതിൽ ഒരു സംശയവും അക്കാര്യങ്ങളിലില്ല. ഏതായാലും ഇതിനെല്ലാം തന്നെ വ്യക്തമായ ഉത്തരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ് വീണ. അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസും ഈ കേസിൻ്റെ ഫ്രെയിമിലേക്ക് വരുന്നു എന്നതാണ്. കാരണം ഈ നന്ദുലാലിൻ്റെ മൊഴി അടക്കം ഈ കേസിൽ റിയാസിന് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായും അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇനി മുഹമ്മദ് റിയാസിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിക്കുമോ എന്നതിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. അവിടെ ഡാനി ഏറ്റവും എടുത്തു പറയേണ്ടത് മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. അത് ED അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് വിശദമായ മറുപടിയാണ് നൽകിയത്. CMRൽ നിന്ന് വീണയ്ക്ക് സേവനത്തിന് ലഭിച്ച പണം എൻ്റെ അക്കൗണ്ട് വഴി പലരുടെയും അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് 2 തവണ എന്നോട് ഫോണിൽ വിശദീകരണം ചോദിച്ചു എന്ന മട്ടിലുമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആ വാർത്തകൾ പച്ചക്കള്ളം എന്നതാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്നത്. ഇത് ഒരു മാധ്യമത്തിൻ്റെ പേര് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ പല മാധ്യമങ്ങളും അങ്ങനെയൊന്നും വാർത്ത നൽകിയതായി അറിവില്ല. CMRൽ നിന്ന് ലഭിച്ച പണമാണ് ഈ തരത്തിൽ ഉപയോഗിച്ചത്. അതിന് മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ അധികമായി നമ്മൾ കണ്ടിട്ടില്ല എന്നതാണ്. പക്ഷേ 20 കോടി രൂപയുടെ ഇടപാട് നടന്നിരിക്കുന്നു എന്നത് EDയുടെ വെളിപ്പെടുത്തൽ ആണ്. 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചു എന്നതും EDയുടെ കണ്ടെത്തലാണ്. ഇത് EDയാണ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത്. അത് വീണ ടിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ തെറ്റായ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. അന്വേഷണം നടക്കുന്നതിനാലും നിയമപരമായി നേരിടുന്നതിനാലും ഓരോ ദിവസവും വരുന്ന അടിസ്ഥാനരഹിതമായ വാർത്തകൾക്ക് മറുപടി നൽകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. തെറ്റ് ചെയ്യാത്തതിനാൽ ആത്മവിശ്വാസത്തോടെ നിയമപരമായി നേരിടാനാകും എന്ന നല്ല ബോധ്യമുണ്ട്. ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ പാർട്ടിയും ഞാനും നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ വളരെ കൃത്യമായി പറയുന്നത് ഇത് രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ്, അതിനെ പാർട്ടി നേരിടുക തന്നെ ചെയ്യും എന്നതാണ്. CPIM നേരത്തെയും സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഈ വിഷയത്തിൽ ഇത് തന്നെയാണ്. അപ്പോഴും CPIMനെ സംബന്ധിച്ച് CPIMൻ്റെ നേതാക്കൾക്ക് പോലും പല ചാനൽ ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ ഉൾപ്പെടെ CMRലിന് നൽകിയ സേവനം എന്തായിരുന്നു എന്നത് വിശദീകരിക്കാനാകുന്നില്ല എന്നതും വസ്തുതയായി തന്നെ പറയേണ്ടതുണ്ട്. എക്സാലോജിക് എന്ന കമ്പനിക്ക് 2,80,00,000 രൂപ CMRL നൽകുമ്പോൾ എന്ത് സേവനം ആണ് നൽകിയത് എന്നതിന് കൃത്യമായ ഉത്തരം ഇപ്പോഴും CPM നേതാക്കൾക്ക് പോലും നൽകാൻ പറ്റുന്നില്ല. അവർ നൽകുന്ന ഉത്തരങ്ങളൊന്നും പൊതുജനത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ളതല്ല. പ്രത്യേകിച്ച് ഈ IT മേഖലയുമൊക്കെയായി ബന്ധപ്പെട്ട സേവനങ്ങൾ നടത്തിയതിന് എന്ന് പറയുമ്പോൾ എന്ത് സേവനം ആണ് എന്നതിന് കൃത്യമായൊരു മറുപടി നൽകുന്നില്ല. അതോടൊപ്പമാണ് ഈ പറയുന്നത് പോലെ ഇപ്പോൾ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചു എന്ന വിവരം, 20 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു എന്ന വിവരം, എന്ത് ബിസിനസ്സുകൾ ആയിരുന്നു വീണയ്ക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നത് എന്നതാണ്. ലേക്കർ ഇന്ത്യ എന്ന കമ്പനി അതിൻ്റെ പാർട്ട്ണർ ആണ് എന്ന് പറയുമ്പോൾ അവിടെ നടന്നിട്ടുള്ള ബിസിനസ് എന്തൊക്കെ എന്നത് ഉൾപ്പെടെ കൃത്യമായും അറിയേണ്ടതുണ്ട് എന്നതുകൂടിയാണ്. അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നതാണ്. ഹവാല ഇടപാട് പോലും പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ഷോൺ ജോർജ് ഇവിടെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ CMRലുമായി ബന്ധപ്പെട്ട ഉളുപ്പുണ്ട് എങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്ന് കൂടിയാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നത്. പിണറായി വിജയന്റെ അഴിമതിപ്പണമാണ് വീണ വിജയന്റെ അക്കൗണ്ടിൽ എത്തിയത് എന്നും ഷോൺ ആരോപിക്കുന്നുണ്ട്. പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. കഴിഞ്ഞ 30 വർഷമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 1996 പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയ കാലം മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള അഴിമതികൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണയുടെ എല്ലാ കമ്പനിയും, ഏറ്റവും അവസാനത്തെ ലേക്കറിൻ്റെ, ഇന്ന് ഏതോ ചാനൽ അതിനെ സംബന്ധിച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റമുറി കെട്ടിടത്തിലാണ് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. വീണ ഇന്ന് വരെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കൊടപിടിക്കുവാനും അവരുടെ ട്രാൻസാക്ഷനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതാണ് ഷോണിൻ്റെ പ്രതികരണം. അതായത്
ഡാനി ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, വീണ എന്ന വ്യക്തിക്ക് തീർച്ചയായും ബിസിനസ് നടത്താം, ബിസിനസ് സ്ഥാപനങ്ങൾ നടത്താം, ജീവനക്കാരെ നിയമിക്കാം, പല കമ്പനികളുമായി കരാറിൽ ഏർപ്പെടാം. പക്ഷേ ഈ കരാറുകളിൽ എല്ലാം അവ്യക്തത തുടരുകയാണ്. പ്രതിരോധ കോട്ട തീർക്കുന്ന CPM-ന് പോലും ഇതിൽ വ്യക്തത വരുത്താൻ സാധിക്കുന്നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ പോലും ആ മറ കൊണ്ട് ഒരാളെ ശുദ്ധീകരിച്ചെടുക്കാനും സാധിക്കില്ല. ഇവിടെ ഇതാ ഈ ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പോലും സംശയങ്ങൾ ഉയരുകയാണ്. അങ്ങനെയൊരു സ്ഥാപനം പ്രവർത്തിക്കുന്ന ഓഫീസ് കണ്ടാൽ, ഇത്രയധികം കോടിക്കണക്കിന് ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനനുയോജ്യമാകുന്ന ഒരു ഓഫീസോ പരിസരമോ ഒന്നുമല്ല കണ്ടെത്താൻ സാധിക്കുന്നത് എന്നതാണ് പറയുന്നത്. അത് നേരത്തെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് എന്നും ഇക്കാര്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ സത്യവാങ്മൂലത്തിലുണ്ടായിരുന്നുവെന്നും ഒക്കെ റിയാസ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പ്രവർത്തനം, എങ്ങനെയായിരുന്നു പ്രവർത്തനം, ഇക്കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഇവർക്ക് കൃത്യമായി വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്നിടത്താണല്ലോ സംശയം ബലപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.